ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ വീട്ടിലൊരു സൂര്യോദയം കേട്ടോ. അപ്പോൾ സമയം ഏകദേശം ഒരു 7:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു. തലേദിവസം കുറച്ച് ഒരു ബുദ്ധിമുട്ട് വയ്യാഴികയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ തലേന്ന് പോകുന്നില്ല. പിറ്റേ ദിവസം രാവിലെയാണ് പോരുന്നത്. ഇന്ന് ചേട്ടന് ജോലിക്ക് പോകണം, അതുകൊണ്ട് നമ്മൾ രാവിലെയാണ് പോരുന്നത്. നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷെ മുണ്ടക്കൈ എത്തിയപ്പോഴത്തേനും അവിടെ വെയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ അവിടെ ഒരു ഹൈ റേഞ്ച് തുടക്കം ആയതുകൊണ്ടായിരിക്കാം രാവിലെ നല്ല തണുപ്പും മഞ്ഞും, തലേന്ന് നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിയാണ് വന്നിട്ടുള്ളത്. എനിക്ക് ചപ്പാത്തി പരത്താനൊക്കെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട്, അല്ലെങ്കിൽ കഴിവതും ഞാൻ ഈ റെഡിമെയ്ഡ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. വേഗം ചപ്പാത്തിയൊക്കെ ചുട്ടപ്പോൾ ഇതിന് കഴിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് പോർക്ക് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് ഞാൻ ഫുഡ് കഴിച്ച് പറഞ്ഞു വിട്ടു. വീട്ടിൽ നിന്ന് ചോറും കറികളും ഒക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ മോൾ അതിൻ്റെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കി വന്നിട്ടുണ്ട്. പിന്നെ മോനപ്പുറത്ത് ഇരിപ്പുണ്ട്. ചേട്ടൻ ഫുഡ് കഴിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ഇതിന് കഴിക്കാൻ വേണ്ടി, എനിക്ക് ഈ പോർക്ക് മസാലക്കറികൾ കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കപ്പളങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കപ്പളങ്ങ എന്ന് പറയും, പപ്പായ. അപ്പോൾ അത് അതിന് അരപ്പുമൊക്കെ ചേർത്ത് റെഡിയാക്കുന്നുണ്ട്. ആ കൂടെ തന്നെ താളിക്കാനായിട്ട് അപ്പുറത്തെ അടുപ്പിലും വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടും കൂടി ഒരേ സമയമാണ് ചെയ്യുന്നത്. കാരണം നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗുളികയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കണം. പിന്നെ കറിയൊക്കെ റെഡിയായി, താളിപ്പൊക്കെ ഇട്ടതിന് ശേഷം ഉപ്പ് നോക്കി ആ കൂടെ തന്നെ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്ത് പോകണം. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കൂടെ തന്നെ ക്ലീൻ ചെയ്ത് പോകും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതേ ചപ്പാത്തിക്ക് ആ ഒരു കപ്പളങ്ങ കറിയും കൂടി എടുത്തിട്ട് ഞാനും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,